ആരെങ്കിലും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻസർ പറയുക, അല്ലെങ്കിൽ ഞാനിപ്പം ചോദിക്കുന്നവര് പറയേണ്ടി വരും. ആരെങ്കിലും ചെയ്തിരുന്നോ? സ്നേഹ? സ്നേഹയില്ലേ? ഇതായിരുന്നില്ലേ ക്വസ്റ്റ്യൻ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. മിസ്. ഇതായിരുന്നോ ഞാൻ തന്ന പ്രോബ്ലം? അതെ മിസ്. ഓക്കെ, ചെയ്തിരുന്നോ? ചെയ്തു. ഓക്കെ, ഇതിന്റെ ഓക്കെ എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസി എന്തെന്നോ? -3 3 - 3 = 0. Externally determinate. ഓക്കെ, സോ R-3 ഇവിടെ 2 എണ്ണം, ഇവിടെ ഒരെണ്ണം. സോ ടോട്ടൽ 3 - 3. എക്സ്റ്റേണൽ ഡിറ്റർമിനൻസി 0. സോ എക്സ്റ്റേണലി ഡിറ്റർമിനേറ്റ് ആണ്. Then internal indeterminacy വാല്യൂ m-2j + 3 = 9 - 2 × 6 + 3 which is equal to 0. Internally determinate. Okay, 2j + 3. M-ന്റെ വാല്യൂ നമ്പർ ഓഫ് മെമ്പേഴ്സ് ആണ്. M 1 2 3 4 5 6 7 8 9. 9 മെമ്പേഴ്സ് ഉണ്ട്. 2 × j എന്ന് പറയുന്നത് നമ്പർ ഓഫ് ജോയിൻസ് 1 2 3 4 5 6. സോ ടോട്ടൽ നമ്പർ ഓഫ് ജോയിൻസ് 6 + 3 0 വന്നു. അതായത് ഇന്റേണലി ഡിറ്റർമിനേറ്റ് ആണ്. ഓക്കെ, സോ ട്രസ്സുകളുടെ കേസിൽ ഇൻഡിറ്റർമിനൻസി കാണാനായിട്ട് നമ്മൾ പഠിച്ചു. ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ളത് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി. ട്രസ്സിൽ തന്നെ വരുന്ന ഒരു എക്സ്ട്രാ പോർഷൻ അല്ലെങ്കിൽ ഒരു സബ് പാർട്ട് ആയിട്ട് വരുന്നതാണ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ഓഫ് സിംഗിൾ ജോയിന്റ് ട്രസ്. സിംഗിൾ ജോയിന്റ് ട്രസ് എന്ന് പറഞ്ഞാൽ ഒരു ട്രസ്സിന്റെ എല്ലാ മെമ്പേഴ്സും ഒരു ജോയിന്റിൽ കണക്റ്റഡ് ആണ്. ഇതുപോലത്തെ ഒരു എക്സാമ്പിൾ പ്രോബ്ലം ആണ്. എത്ര മെമ്പർ ഉണ്ടോ ആ മെമ്പേഴ്സ് എല്ലാം ഒരു ജോയിന്റിൽ കണക്ട് ആയിട്ടുള്ള ഇതുപോലത്തെ ഉള്ള ട്രസ്സിന്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി. ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്, m-2, വേർ m എന്ന് പറയുന്നത് നമ്പർ ഓഫ് മെമ്പേഴ്സ്. സോ ഒരു ട്രസ് തന്നിട്ടുണ്ട്, ആ ട്രസ്സിലെ എല്ലാ മെമ്പേഴ്സും ഒരു ജോയിന്റിൽ കണക്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസിയുടെ വാല്യൂ ഡയറക്ട്ലി ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടും. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി = m-2. സോ ഇവിടെ നോക്കുമ്പോൾ 3 മെമ്പേഴ്സ് ഉണ്ട്. സോ ഇവിടുത്തെ ഇൻഡിറ്റർമിനൻസിയുടെ വാല്യൂ 3 - 2 = 1. ഇതൊരു എക്സ്ട്രാ ഒരു പോർഷൻ. സോ ഇതുപോലത്തെ ട്രസ് വരാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ട, ഡയറക്ട്ലി സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി = m-2 എന്ന് കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? സോ ഇതോടെ നമ്മളുടെ ട്രസ്സിന്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കുന്നത് അവസാനിക്കുകയാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇത് എഴുതിയെടുത്തോ? ഞാൻ ഈ പേജ് മാറ്റിക്കോട്ടെ? ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത്, ഇപ്പൊ നമ്മൾ ഇതുവരെ ട്രസ്സിന്റെ ആദ്യം നമ്മൾ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ഇൻ കേസ് ഓഫ് ബീംസ് പഠിച്ചു. പിന്നെ ബീമിൽ ഇന്റേണൽ ഹിഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കാമെന്ന് പഠിച്ചു. ദെൻ ട്രസ്സുകളുടെ കേസ് പഠിച്ചു. ഇനി പഠിക്കാൻ പോകുന്നത് ഫ്രെയിംസ്.
So static indeterminacy of frames. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഫ്രെയിംസ് എന്ന് പറഞ്ഞാല് എന്താണ് ട്രസ്സും ഫ്രെയിമും തമ്മിലുള്ള ഡിഫറൻസ്? ട്രസ്സിന്റെ കേസിൽ ഞാൻ പറഞ്ഞു ട്രസ്സുകളുടെ ജോയിന്റ് അല്ലെങ്കിൽ കണക്ഷൻസ് എന്ന് പറയുന്നത് പിൻ ജോയിന്റ്സ് ആണ്. അവിടെ റൊട്ടേഷൻ അലൗഡ് ആണ്, മൊമെന്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ബട്ട് ഇൻ കേസ് ഓഫ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ എന്താ? റിജിഡ് സ്ട്രക്ചേഴ്സ് ആണ് ഓർ റിജിഡ് ജോയിന്റ്സ് ആണ്. ബെറ്റർ സേ റിജിഡ് ജോയിന്റ്സ്. എന്താ റിജിഡ് ജോയിന്റ്സ്? ഫ്രെയിംസിന്റെ കേസിൽ റിജിഡ് ജോയിന്റ്സ് പറയുമ്പോൾ നമ്മൾ കാണുന്ന കോൺക്രീറ്റ് ഫ്രെയിംസ് അതുപോലുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ ജോയിന്റ് കണ്ടിട്ടെങ്കിൽ അറിയാം അവിടെ എല്ലാം റിജിഡ് ജോയിന്റ്സ് ആണ്, അതായത് റൊട്ടേഷൻ അലൗഡ് അല്ല. റൊട്ടേഷൻ അലൗഡ് അല്ല എന്ന് പറയുമ്പോൾ അവിടെ എന്താ മൊമെന്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഓരോ ജോയിന്റിലും. സോ ഒരു ജോയിന്റിൽ എടുക്കുകയാണെങ്കിൽ ആ ജോയിന്റിൽ വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ട്, ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ട്, മൊമെന്റ് ഉണ്ടാവുന്നുണ്ട്. സോ ദാറ്റ് ഇസ് വാട്ട് റിജിഡ് ജോയിന്റ് മീൻസ്. സോ ഫ്രെയിംസിന്റെ കേസിൽ നമുക്ക് ഇക്വേഷൻസ് വേറെയാണ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കാനുള്ളത്. നമ്മൾ പോർട്ടൽ ഫ്രെയിം മെത്തേഡ് അല്ലെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ കണ്ട മെത്തേഡ്സിലെല്ലാം ചെയ്തത് റിജിഡ് ഫ്രെയിംസ് ആണ്, ഓർക്കണല്ലേ? അതാണ് ജോയിന്റിൽ നമ്മൾ മൊമെന്റ്, അതായത് ബീം മൊമെന്റ് കണ്ടു, കോളം മൊമെന്റ്സ് കണ്ടു, ഇതെല്ലാം റിജിഡ് ഫ്രെയിംസിന്റെ കേസിൽ. ഇവിടെ നമുക്ക് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എങ്ങനെയാണ് ഫ്രെയിമിൽ കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, സോ ഡയറക്റ്റ് ഇക്വേഷൻ ആദ്യം total indeterminacy equal to sum of external indeterminacy and internal indeterminacy. External indeterminacy എന്ന് പറയുന്നത് എല്ലാ സ്ട്രക്ചറിന്റെയും സപ്പോർട്ട് കണ്ടീഷൻ കാരണം ഉണ്ടാവുന്നത്. സോ അതിന്റെ ഇക്വേഷൻ വ്യത്യാസമില്ല, r-3. Then internal indeterminacy, അതിന്റെ ഇക്വേഷൻ ഫ്രെയിംസിന്റെ കേസിൽ, റിജിഡ് ജോയിന്റഡ് ഫ്രെയിംസിന്റെ കേസിൽ ഇക്വേഷൻ വരുന്നത് 3m minus 3j plus 3. സോ m എന്ന് പറയുന്നത് നമ്പർ ഓഫ് മെമ്പേഴ്സ്, j എന്ന് പറയുന്നത് നമ്പർ ഓഫ് ജോയിൻ. സോ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡയറക്ട്ലി ഇന്റേണൽ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസിയുടെ വാല്യൂ കിട്ടും. സോ ടോട്ടൽ ഇൻഡിറ്റർമിനൻസി എന്ന് പറഞ്ഞാൽ ഇതിന്റെ സമ്മ്. സോ ഇക്വേഷൻ എന്ത് വന്നു? 3m plus r minus 3j. എളുപ്പം നിങ്ങൾക്ക് ഇന്റേണൽ ഇൻഡിറ്റർമിനൻസിയുടെ വാല്യൂ ഓർത്തിരിക്കാൻ, ഇക്വേഷൻ ഓർത്തിരിക്കാനാകും. ദെൻ r-3 എന്ന് പറയുന്നത് എല്ലാ സ്ട്രക്ചറിന്റെ കേസിലും എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസിയുടെ ഫോർമുല സെയിം ആണ്. സോ ടോട്ടൽ ഇൻഡിറ്റർമിനൻസി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിന്റെയും സം ആണ്. സോ രണ്ട് ഫോർമുലയും പഠിക്കേണ്ട കാര്യമില്ല, ഇന്റേണൽ ഇൻഡിറ്റർമിനൻസിയുടെ ഫോർമുല മാത്രം പഠിച്ചിരുന്നാൽ മതിയാവും. ചിലപ്പം ക്വസ്റ്റ്യനിൽ സെപ്പറേറ്റ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഓർത്തിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. ദെൻ ഇക്വേഷൻ പറഞ്ഞു, ഈ ഒരു ഇക്വേഷന്റെ കേസിൽ നമുക്ക് എങ്ങനെയാണെന്ന് പറയാം. നേരത്തെ പറഞ്ഞില്ലേ, അതായത് r greater than 3 ആണെങ്കിൽ എന്താണ്? എക്സ്റ്റേണലി ഇൻഡിറ്റർമിനേറ്റ് ആണ്. ദെൻ r equal to 3 ആണെങ്കിൽ എക്സ്റ്റേണലി ഡിറ്റർമിനേറ്റ് ആണ്. ദെൻ r less than 3 ആകുമ്പോൾ ഫ്രെയിം അൺസ്റ്റേബിൾ ആണ്. 3 കണ്ടീഷൻ നേരത്തെ ട്രസ്സിന്റെ കേസിൽ പഠിച്ച പോലെ തന്നെ. ദെൻ ഇന്റേണൽ ഇൻഡിറ്റർമിനൻസിയുടെ വരുമ്പോഴോ 3m greater than 3j minus 3. ഈക്വേഷനെ റീഅറേഞ്ച് ചെയ്ത, അതായത് മെമ്പേഴ്സിന്റെ എണ്ണം കൂടുമ്പോഴാണ് ഇന്റേണൽ ഇൻഡിറ്റർമിനൻസി കൂടുക. സോ 3m എന്ന് പറയുന്നത് മെമ്പർ ഫോഴ്സസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ടേം. സോ 3m വെൻ ഗ്രേറ്റർ ദാൻ, ഈ ഇക്വേഷനെ ഞാൻ ഈക്വൽ സൈഡിന്റെ അല്ലെങ്കിൽ ഇതിന്റെ ഇപ്പുറത്തേക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ -3j എന്നുള്ളത് +3j +3 എന്നുള്ളത് -3. സോ വെൻ 3m greater than 3j minus 3, internally indeterminate. When 3m equal to 3j minus 3, frame is internally determinate. Similarly, when 3m is less than 3j minus 3, it is unstable. Structure is unstable. So ഇതാണ് ഫ്രെയിംസിന്റെ കേസിൽ എങ്ങനെയാണ് ഇൻഡിറ്റർമിനൻസി വരുന്നത്. ഓക്കെ അല്ലേ? ഇത് എഴുതിയെടുത്തോ?
ഇത് എഴുതിയെടുത്ത് കഴിഞ്ഞോ? മിസ് എഴുതി. ഓക്കെ. സോ ഫ്രെയിംസിന്റെ വെച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഒരു എക്സാമ്പിൾ പ്രോബ്ലം ചെയ്യാം. സോ ഇതാണ് ഒരു ഫ്രെയിം. ഈ ഫ്രെയിമിന്റെ ഇന്റേണൽ ഇൻഡിറ്റർമിനൻസിയുടെ വാല്യൂ, എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസിയുടെ വാല്യൂ പറയാം. ഇത് കാണാനായിട്ട് എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസി ആദ്യം കണ്ടുപിടിക്കുക. സോ സപ്പോർട്ട് കണ്ടീഷൻ, ഇതെന്താ? ഒരു ഹിഞ്ച് സപ്പോർട്ട്, റിയാക്ഷൻസ് 2. ഇതെന്താ? ഫിക്സഡ് സപ്പോർട്ട്, ഫിക്സഡ് സപ്പോർട്ടിലെ നമ്പർ ഓഫ് റിയാക്ഷൻസ് 3. ഇത് റോളർ സപ്പോർട്ട്, റോളർ സപ്പോർട്ടിലെ നമ്പർ ഓഫ് റിയാക്ഷൻ 1. സോ എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് R-3. ഇതിൽ R എന്ന് പറയുന്നത് 2 + 3 + 1, അതായത് 6 വരും. 6 - 3 3. എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസിയുടെ വാല്യൂ 3 ആണ്. സോ ദ സ്ട്രക്ചർ ഈസ് or this frame is externally indeterminate. Then internal indeterminacy ഫോർമുല എടുത്ത് എഴുതാം. ഫോർമുല എന്താണ്? 3m - 3j + 3. m എന്ന് പറയുന്നത് നമ്പർ ഓഫ് മെമ്പേഴ്സ്. ഇവിടെ എത്ര മെമ്പേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10. ആകെ 10 നമ്പർ ഓഫ് മെമ്പേഴ്സ്. സോ 3 × 10 മൈനസ് 3 × j എന്ന് പറയുന്നത് നമ്പർ ഓഫ് ജോയിൻസ്. 1 2 3 4 5 6 7 8 9. നമ്പർ ഓഫ് ജോയിൻസ് 9 ഉണ്ട്. പ്ലസ് 3 എത്ര വന്നു? 3 × 10 30 മൈനസ് 27 പ്ലസ് 3 6 വന്നില്ലേ? സോ ഇന്റേണൽ ഇൻഡിറ്റർമിനൻസിയുടെ വാല്യൂ 6 വന്നു, എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസിയുടെ വാല്യൂ 3 വന്നു. സോ ടോട്ടൽ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസിയുടെ വാല്യൂ എത്ര വന്നു? 3 + 6 9. ഇങ്ങനെയാണ് ഒരു ഫ്രെയിമിന്റെ ഇന്റേണൽ ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കുന്നത്. ദെൻ ഇനി ഗേറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് പറഞ്ഞുതരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാൻ നോക്കാം. അതായത് ഇതിപ്പോ ഒരു റിജിഡ് ഫ്രെയിം ആണ്. റിജിഡ് ഫ്രെയിമിന്റെ എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസിയുടെ ഫോർമുല R-3. അതിൽ ഒരു വ്യത്യാസമില്ല. ദെൻ ഇന്റേണൽ ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കുമ്പോൾ ഈ ഒരു ഇക്വേഷനിൽ 3m - 3j + 3 ശരിക്കും ഫോർമുല ഇതാണ്. ഇത് വെച്ച് ചെയ്താലും നിങ്ങൾക്ക് തെറ്റാൻ വഴിയില്ല. ബട്ട് എങ്ങാനും ഇനിയിപ്പോ എളുപ്പത്തിന് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കണമെങ്കിൽ എത്ര ക്ലോസ്ഡ് ലൂപ്സ് ഉണ്ട് നോക്കാം. ഇവിടെ ഒരു റിജിഡ് ഫ്രെയിം തന്നിട്ടുള്ളതിൽ ഇതൊരു ക്ലോസ്ഡ് ലൂപ്പ്, അതായത് ഇതൊരു ക്ലോസ്ഡ് ലൂപ്പ് അല്ല, ഈ സൈഡ് ഓപ്പൺ ആണ്. സോ എത്ര നമ്പർ ഓഫ് ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ട് നോക്കാം. സോ നമ്പർ ഓഫ് ക്ലോസ്ഡ് ലൂപ്പിനെ ഞാൻ എന്ന് റെപ്രസെന്റ് ചെയ്യാണ്. സോ ഇന്റേണൽ ഇൻഡിറ്റർമിനൻസിയുടെ വാല്യൂ 3 × a ആയിരിക്കും. സോ ഇവിടെ നോക്കൂ, എത്ര ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ട്? 2 ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ട്. സോ ഇന്റേണൽ ഇൻഡിറ്റർമിനൻസിയുടെ വാല്യൂ 3 × 2 = 6. സോ അത് തന്നെയല്ലേ നമ്മൾ ഈ ഫോർമുല വെച്ച് കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ വരുന്നത്. സോ റിജിഡ് സ്ട്രക്ചേഴ്സിൽ എത്ര ക്ലോസ്ഡ് ലൂപ്പുകൾ വരുന്നുണ്ട് അതിന്റെ എണ്ണം × 3 ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്റേണൽ ഇൻഡിറ്റർമിനൻസിയുടെ വാല്യൂ കിട്ടും. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പോകുമ്പോൾ ഡയറക്റ്റ് ഈ ഒരു ഇക്വേഷനിൽ ചെയ്താൽ മതി. ചെക്ക് ഇപ്പം നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഈ ഒരു ഫോർമുല തന്നെ യൂസ് ചെയ്യുക. ഇത് സൈഡിൽ എവിടെയെങ്കിലും എഴുതിയിട്ടാൽ മതി. സോ ഇത് ചെക്ക് ചെയ്ത് നോക്കാം. ഇനിയിപ്പോ ഈ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്ത് കിട്ടിയിട്ട് ഇത് സെയിം ആവുന്നുണ്ടോ എന്ന് നോക്കാം. റിജിഡ് ഫ്രെയിമിന്റെ കേസിൽ മാത്രം, ട്രസ്റ്റിന്റെ കേസിൽ ഇത് ആപ്ലിക്കബിൾ അല്ല. ഫ്രെയിംസ് തരുമ്പോൾ മാത്രം, ഈ ഒരു കേസിൽ മാത്രം ഓർത്തിരിക്കുക. ക്ലിയർ അല്ലേ ഇത്രയും പറഞ്ഞത്? ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും കാര്യങ്ങളില്? എഴുതിയെടുത്ത് കഴിഞ്ഞോ? ഓക്കെ. സോ ഇവിടെ നമ്മൾ ഇനി ഒരു കേസും കൂടെ നോക്കാനുള്ളത് ഇറഗുലർ ജോയിൻസ് വരുന്നത്. അതായത് ഫ്രെയിംസ് തന്നെയാണ്, ബട്ട് നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ആപ്ലിക്കബിൾ അല്ല. അതായത് 3a എന്ന് പറയുന്ന ഇക്വേഷൻ നിങ്ങൾ കൊടുക്കരുത്. ബട്ട്
ഈ ഇക്വേഷൻ കൊടുക്കരുത്. ഈ ഇക്വേഷൻ, അതായത് ടോട്ടൽ, ഈ ഇക്വേഷൻ, ഈ രണ്ട് ഇക്വേഷൻ തന്നെയാണ് ഇറഗുലർ ജോയിൻസ് വരുമ്പോഴും യൂസ് ചെയ്യുന്നത്. അതായത് ഞാനൊരു ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇറഗുലർ ജോയിൻസ്, അതിന്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി. ഒരു എക്സാമ്പിൾ പ്രോബ്ലം. ഇതുപോലെ കുറച്ച് ഇറഗുലർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ തന്നിട്ടുണ്ടെന്ന് നോക്കിയാൽ, ഇങ്ങനെ ഒരു സ്ട്രക്ചർ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഫോർമുല, ഡയറക്റ്റ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ചോദിച്ചാൽ നേരത്തെ ഫ്രെയിമിന്റെ ടോട്ടൽ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസിയുടെ ഫോർമുല പറഞ്ഞില്ലേ, 3m പ്ലസ് ആർ മൈനസ് 3j. ഈ ഒരു ഇക്വേഷനിൽ ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമ്പർ ഓഫ് മെമ്പേഴ്സും നമ്പർ ഓഫ് ജോയിന്റും, ഇത് ആർ എന്ന് പറയുന്നത് എന്താണ്, സപ്പോർട്ട് റിയാക്ഷൻ. ആ റിയാക്ഷന്റെ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡയറക്ട്ലി നിങ്ങൾക്ക് ഇറഗുലർ ജോയിൻസ്, ഇറഗുലർ ഫ്രെയിംസ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കാം. ഇവിടെ നോക്കാം, ഇവിടെ ഇത് ഫിക്സ്ഡ് എൻഡ് ആണ്. സോ ടോട്ടൽ സപ്പോർട്ട് റിയാക്ഷൻ 3. ഇതും ഒരു ഫിക്സ്ഡ് എൻഡ് ആണ്. ഇവിടത്തെ സപ്പോർട്ട് റിയാക്ഷൻ എന്താണ്, 3. സോ ആറിന്റെ വാല്യൂ എനിക്ക് കിട്ടി 6. ഇനി നമ്പർ ഓഫ് മെമ്പേഴ്സ് 1 2 3 4 5. സോ എമ്മിന്റെ വാല്യൂ 5. ഇനി ജെയുടെ വാല്യൂ കൂടെ അറിയണം. ജോയിൻസ് 1 2 3 4 5 6. സോ ജെയുടെ വാല്യൂ 6. ഇനി ഈ ഒരു ഇക്വേഷനിൽ ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3 ഇൻറ്റു എമ്മിന്റെ വാല്യൂ 5 പ്ലസ് ആറിന്റെ വാല്യൂ 6 മൈനസ്, സോറി 3j ആണ്, 3 ഇൻറ്റു ജെയുടെ വാല്യൂ 6. എത്ര വന്നു? 3 ഇൻറ്റു 5 15 പ്ലസ് 6 മൈനസ് 15. ഡയറക്ട്ലി ഈ ടോട്ടൽ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസിയുടെ ഫോർമുല, ഫ്രെയിമിന്റെ, റിജിഡ് ഫ്രെയിമിന്റെ ടോട്ടൽ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസിയുടെ ഫോർമുലയിൽ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലത്തെ റെഗുലർ ജോയിൻസ് ഉള്ള സ്ട്രക്ചർ വന്നിട്ടുണ്ടെങ്കിൽ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ഇതൊക്കെ എളുപ്പമല്ലേ? കഴിഞ്ഞോ ഇത്? കഴിഞ്ഞു മിസ്. ഇതുവരെ ഉള്ള, ഓക്കെ, ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഒരു ഇൻഡിറ്റർമിനൻസി, അതായത് ഇതുവരെ നമ്മൾ പഠിച്ചത് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി. സോ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ടോട്ടൽ നമ്പർ ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം, അതായത് ഒരു സ്ട്രക്ചർ എന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ട്രക്ചറിൽ എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ആകെയുണ്ട്, അതിന് ഏതൊക്കെ പോസിബിൾ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ മൂവ്മെന്റ് പോസിബിൾ ആണ് എന്നുള്ളതാണ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി റെപ്രസെന്റ് ചെയ്യുന്നത്. വേറെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് എത്ര അൺനോൺ റിയാക്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര അൺനോൺ ഫോഴ്സസ് അതിനകത്തുണ്ട്, അതാണ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി. ഈ രണ്ടും നമ്മുടെ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ളതാണ്. ഒരു റിയാക്ഷൻ എക്സ്ട്രാ വന്നാലോ അല്ലെങ്കിൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് എക്സ്ട്രാ വന്നാലോ ആ സ്ട്രക്ചറിന്റെ സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ അവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുകയെന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റേബിൾ ആണോ? അല്ല. സോ അങ്ങനെ ഒന്നും പെർമിറ്റ് ചെയ്യാൻ പാടില്ല. സോ അതിന് വേണ്ടിയിട്ട് ഡിസൈനിന് വേണ്ടിയിട്ട് നമ്മൾ അതിന് മുന്നേ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് എന്ത്, കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി. സോ ഇതും ഡയറക്റ്റ് ഫോർമുല തന്നെയാണ്. ഞാൻ ഒരുമിച്ച് പറയാം. ആദ്യം സ്ട്രെസ്സിന്റെ കേസിൽ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി ഞാൻ ഡി കെ എന്ന് റെപ്രസെന്റ് ചെയ്യണം. Okay, kinematic indeterminacy in case of stress equal to 2j minus r, where j എന്ന് പറയുന്നത് ജോയിന്റ്. പറഞ്ഞു സ്ട്രെസ്സുകളാവുമ്പം ജോയിന്റില് രണ്ട് ഡിസ്പ്ലേസ്മെന്റ്, റൊട്ടേഷൻ, രണ്ട് റിയാക്ഷൻ ആണ് അലൗഡ് ആയിട്ടുള്ളത്. അതായത് വെർട്ടിക്കൽ റിയാക്ഷനും ഹൊറിസോണ്ടൽ റിയാക്ഷനും. മൊമെന്റ് ഉണ്ടാവുന്നില്ല കാരണം റൊട്ടേഷൻ ഉണ്ടാവുന്നുണ്ട്. സോ ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ഷൻ മൈനസ് ജോയിന്റ് റിയാക്ഷൻ മൈനസ് നമ്പർ ഓഫ് സപ്പോർട്ട് റിയാക്ഷൻസ്. ഇതാണ് ട്രസ്സിന്റെ കേസിലെ ഡയറക്റ്റ് ഇക്വേഷൻ ആണിത്. ഇത് ഇതുപോലെ തന്നെ ഓർത്ത് വെച്ചാൽ മതി. 2j മൈനസ് ആർ. ഇത് 2D ട്രസ്സിന്റെ കേസിൽ, ഇപ്പൊ ട്രസ് തന്നെ രണ്ട് തരത്തിലുണ്ട്. പ്ലെയിൻ ട്രസ്സും ഉണ്ട്, സ്പേസ് ട്രസ്സും ഉണ്ട്. അതായത് നമ്മൾ ഒരു പ്ലെയിനിൽ മാത്രമേ ഉള്ളൂ ഇതുപോലത്തെ ഒരു
ഒരു ഡ്രസ്സാണ് അത് ഒരു 2D പ്ലെയിൻ ഒരു പ്ലെയിനിൽ മാത്രമേ ഉള്ളൂ ആ ഒരു ഡ്രസ്സിനെ നമ്മൾ 2D ഡ്രസ് എന്ന് പറയും വേറെ ഇപ്പം ഡ്രസ്സുകൾ തന്നെ ഇങ്ങോട്ട് ഒരു അതായത് എസ് ഡയറക്ഷനിലൊക്കെ ഓരോ മെമ്പേഴ്സ് ഉണ്ട് അത് സ്പേസ് 3D സ്ട്രക്ചർ ആണെങ്കിൽ അതെന്താ ഒരു 3D ഡ്രസ് ആണ് സോ 3D ഡ്രസ് വരുന്ന സമയത്ത് അതിന് നമ്മൾ വേറൊരു സ്റ്റാറ്റിക് അല്ല കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസിക്ക് ഫോർമുല വേറെയാണ് 3J മൈനസ് ആർ ഇത് നിങ്ങൾക്ക് പ്രോബ്ലം ചോദിക്കില്ല ജസ്റ്റ് ഇക്വേഷൻ എടുത്ത് എഴുതാം ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക ഇക്വേഷൻ ചോദിക്കുകയാണെങ്കിൽ സോ ട്രസ്സിന്റെ കേസിൽ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസിയുടെ ഫോർമുല എന്ന് പറയുന്നത് 2D ഡ്രസ് ആണെങ്കിൽ 2J മൈനസ് ആർ 3D ഡ്രസ് ആണെങ്കിൽ 3J മൈനസ് ആർ J എന്ന് പറയുന്നത് നമ്പർ ഓഫ് ജോയിൻസ് ഇനി ഫ്രെയിംസിന്റെ കേസിൽ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസിയുടെ ഫോർമുല 3J മൈനസ് M മൈനസ് ആർ ഇതെന്താ 2D ഫ്രെയിമിന്റെ കേസിൽ ദെൻ 3D ഫ്രെയിം അല്ലെങ്കിൽ അതിനെ സ്പേസ് ഫ്രെയിം എന്ന് കൂടെ പറയും 6J മൈനസ് M മൈനസ് ആർ ഇത് 3D ഫ്രെയിമിന്റെ കേസിൽ ഇവിടെ J എന്ന് പറയുന്നത് നമ്പർ ഓഫ് ജോയിൻസ് M എന്ന് പറയുന്നത് നമ്പർ ഓഫ് മെമ്പർ ആൻഡ് R എന്ന് പറയുന്നത് സപ്പോർട്ട് റിയാക്ഷൻ സോ ഇതാണ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഫോർമുലാസ് തറവായിട്ട് പഠിച്ചു വെക്കുക ട്രസ്സും ഫ്രെയിമും സ്റ്റാറ്റിക്കും കൈനമാറ്റിക്കും തമ്മിൽ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോകരുത് സോ എളുപ്പം ഓർത്ത് വെക്കാം ഇപ്പം ഇത് പഠിക്കുമ്പോൾ ഓർത്താൽ മതി ജെക്ക് ട്രസ് ആണെങ്കിൽ ജെക്ക് സഫിക്സ് എന്തായിരിക്കും 2 ആയിരിക്കും കാരണം ജോയിന്റില് 2 റിയാക്ഷൻ ആണുള്ളത് ദെൻ അത് സ്പേസ് ആവുമ്പം വെർട്ടിക്കൽ ഫോഴ്സ് ഹൊറിസോണ്ടൽ ഫോഴ്സ് അത് എന്താ പറയാ 3 ഡയറക്ഷനിൽ വരുന്നുണ്ട് അതായത് സ്പേസ് ഫ്രെയിം ആവുമ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവും ഇത് ഓർത്ത് വെക്കുക 2D കേസിൽ ഓർത്ത് വെക്കുക ഇത് ഓർക്കാനായിട്ട് ദെൻ 3D ആവുമ്പോൾ ഇത് 3 ആയിട്ട് മാറുന്നു ദെൻ ഫ്രെയിംസ് വരുമ്പോൾ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസിയുടെ വാല്യൂ നമ്പർ ഓഫ് ജോയിന്റിൽ 3 ജോയിന്റ്സിൽ എത്ര എണ്ണം ഉണ്ട് 3 റിയാക്ഷൻ ഉണ്ട് വെർട്ടിക്കൽ ഫോഴ്സ് ഉണ്ട് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉണ്ട് മൊമെന്റ് ഉണ്ട് സോ ജെക്ക് ഒപ്പം വരുന്നത് എപ്പോഴും 3 ആയിരിക്കും മെമ്പർ നമ്പർ ഓഫ് മെമ്പേഴ്സ് എണ്ണം നോക്കിയാൽ മതി ഇവിടെ ഓക്കെ ഈ ഇക്വേഷൻ ഓർത്ത് വെക്കാം ഓക്കെ അല്ലേ ഇനി എക്സാമ്പിൾ ചെയ്ത് നോക്കാം അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും ഡ്രസ് ആണോ ഫ്രെയിം ആണോ എന്നൊന്നും പറയുന്നില്ല ഞാൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തരാണ് എത്രയാണ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്നുള്ളത് പറയാം ഓക്കെ ഈ ഒരു സ്ട്രക്ചറിന്റെ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കാം ഇത് ചെയ്തിട്ട് ഇതിന് ആൻസർ പറയോ ആ ഇതിന്റെ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിച്ചിട്ട് പറയൂ ഏത് ഫോർമുല യൂസ് ചെയ്യണ്ടേ ഞാൻ ഇവിടെ 4 ഫോർമുല യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്ട്രക്ചറിന്റെ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി കാണാനായിട്ട് ഇതിൽ ഏത് ഫോർമുല യൂസ് ചെയ്യണ്ടേ ആ ഓക്കെ ഇതൊരു 2D ഫ്രെയിം ആണ് നിങ്ങൾക്ക് 3D ക്വസ്റ്റ്യൻ ചോദിക്കത്തേ ഇല്ല ഈ ഒരു ഫോർമുല അറിഞ്ഞിരുന്നാൽ മാത്രം മതി സോ 2D ഫ്രെയിം ആണിത് ഇത് ഫ്രെയിം ആണ് സോ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത് സോ DK ഈക്വൽ ടു 3J മൈനസ് M മൈനസ് R എത്ര ജോയിൻസ് ഉണ്ട് 1 2 3 4 7 8 9 10 11 12 okay so 3 into 12 number of members ini M ന്റെ value 1 2 3 4 okay ഇനി റിയാക്ഷൻ സപ്പോർട്ട് റിയാക്ഷൻ മൂന്നും ഫിക്സ്ഡ് ആണ് ഓരോ എൻഡിലും 3 3 3 ഉണ്ടാവും മൈനസ് ആർ എത്ര വന്നു 3 into 12 minus 15 minus 9 ഓക്കെ അല്ലേ ചെയ്തത് മനസ്സിലായോ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിച്ചത് ഇത് ഫ്രെയിം ആയിരുന്നു ഇനി ഒരു ഡ്രസ്സിന്റെ പ്രോബ്ലം കൂടെ തരാം ഓക്കെ അതില്ല
ഒരു ട്രസ്സിന്റെ പ്രോബ്ലം കൂടെ. ഓക്കെ, ഇതൊരു ഡ്രസ്സാണ്. ഡ്രസ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം, അതായത് സപ്പോർട്ട്, നമ്മൾ സപ്പോർട്ട് നോക്കാം. ഇവിടെ ഇപ്പൊ ഇൻക്ലൈൻഡ് മെമ്പർ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു ഡ്രസ് ആവണമെന്നില്ല. ഇൻക്ലൈൻഡ് മെമ്പർ ആയിട്ട് ഇവിടെ ഫിക്സ്ഡ് ആണെങ്കിൽ ഒരിക്കലും ട്രസ്സിൽ ഒരു ഫിക്സഡ് സപ്പോർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. സപ്പോസ് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഒന്ന് നോക്കാം, ഇതിലിപ്പം ഇൻക്ലൈൻഡ് മെമ്പേഴ്സ് ഉണ്ട് എന്ന് കരുതി ഇതൊരു ട്രസ് അല്ല, ഇതൊരു റിജിഡ് ഫ്രെയിം ആണ്. കാരണം ഇതിന്റെ സപ്പോർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഫിക്സഡ് എൻഡ് ആണ്. ഒരിക്കലും ട്രസ്സിന്റെ കേസിൽ ഫിക്സഡ് സപ്പോർട്ട് വരില്ല, എപ്പോഴും റോളറോ അല്ലെങ്കിൽ ഹിഞ്ചോ വരുള്ളൂ. സോ ഇൻക്ലൈൻഡ് മെമ്പർ ഉണ്ട് എന്ന് കരുതി അത് ട്രസ് ആണെന്ന് മനസ്സിലാക്കരുത്. ഓക്കെ, സോ ഇത് ഇപ്പൊ തന്നിട്ടുള്ളത് ട്രസ് ആണ്. കാരണം നോക്കുക, സപ്പോർട്ട് നിങ്ങൾ നോക്കുക, ഒരു ഹിഞ്ചും ഒരു റോളർ സപ്പോർട്ടും ആണ്. ദെൻ ഇതിന്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി, സോറി കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കാനായിട്ട് ഫോർമുല യൂസ് ചെയ്യേണ്ടത് 2j മൈനസ് ആർ, dk ഈക്വൽ ടു 2j മൈനസ് ആർ. ജെ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ജോയിൻസ് 1 2 3 4 5 6. സോ 2 into 6 മൈനസ് ആർ എന്ന് പറയുന്നത് സപ്പോർട്ട് റിയാക്ഷൻസ്. ഇത് ഹിഞ്ച് സപ്പോർട്ട്, രണ്ട് റിയാക്ഷൻ ഉണ്ടാവും, റോളറിൽ 1 മൈനസ് 3, 12 മൈനസ് 3 9. ഇനി ഇതാണ് നമ്മൾ പറഞ്ഞത് ട്രസ്സിന്റെ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കാനായിട്ട്. സോ ഇവിടെ എനിക്ക് കിട്ടിയ വാല്യൂ 9 ആണ്. ഇത് നമ്മൾ ഫോർമുല യൂസ് ചെയ്ത് കണ്ടുപിടിച്ചതാണ്. ഇനി ഗേറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇതിന് ഷോർട്ട് കട്ട് പറയാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് ചെയ്യുമ്പം ഇതിന് ഉത്തരം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ട്രസ് ആണോ തന്നിട്ടുള്ളതെങ്കിൽ ട്രസ്സിന്റെ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി കാണാൻ ജസ്റ്റ് എത്ര നമ്പർ ഓഫ് മെമ്പേഴ്സ് ഉണ്ടെന്ന് എണ്ണി നോക്കിയാൽ മാത്രം മതി. സോ ഇവിടെ എത്ര നമ്പർ ഓഫ് മെമ്പർ ഉണ്ട്? 1 2 3 4 5 6 7 8 9 നമ്പർ ഓഫ് മെമ്പർ ഉണ്ട്. കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസിയുടെ വാല്യൂ എത്ര വന്നിട്ടുള്ളത്? 9. സോ നിങ്ങൾ ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തന്നെ വേണം എക്സാമിന് എഴുതാൻ. ജസ്റ്റ് ചെക്ക് ചെയ്യാൻ നോക്കുക എത്ര നമ്പർ ഓഫ് മെമ്പർ ഉണ്ട്. സോ ട്രസ് തന്നിട്ടുണ്ടെങ്കിൽ ട്രസ്സില് ഡിഗ്രി ഓഫ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി കാണാനായിട്ട് ജസ്റ്റ് എത്ര നമ്പർ ഓഫ് മെമ്പേഴ്സ് ഉണ്ടെന്ന് ഒന്ന് നോക്കിയാൽ മതി. അതാണോ ഈ നിങ്ങൾ ഇക്വേഷൻ ആയിട്ട് ചെയ്ത് കിട്ടുന്ന വാല്യൂ സെയിം ആവുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇൻ ഗേറ്റ് പോലുള്ള എക്സാം എഴുതുമ്പോൾ ഡയറക്ട്ലി ഇക്വേഷൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നിൽക്കണ്ട. ടൈം നോക്കാനായിട്ട് നേരെ ആകെ എത്ര നമ്പർ ഓഫ് മെമ്പർ ഉണ്ടെന്ന് അത് ഓപ്ഷനിലുണ്ടോ നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി ട്രസ്സിന്റെ കേസിലും ഫ്രെയിമിന്റെ കേസിലും നമ്മൾ പഠിച്ചു. ഡൗട്ട് ഉണ്ടോ ഇതിൽ എന്തെങ്കിലും? ക്ലിയർ ആണോ ഇത്രയും പറഞ്ഞത്? ക്ലിയർ ആണ് മിസ്. ഓക്കെ, സോ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി അല്ലെങ്കിൽ ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കാനുള്ള ആ ഒരു പോർഷൻ ഇവിടെ നിർത്താണ്, ഇവിടെ തീരാണ്. സോ ഈ ഒരു മൊഡ്യൂളിൽ നമുക്കൊരു ചെറിയ പോർഷൻ കൂടെ ബാക്കിയുണ്ട്, അതുകൂടെ നോക്കാം. നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ കൂടെ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക് തന്നാ പോരെ? ഇൻട്രൊഡക്ഷൻ ടു, ഇത് മൊഡ്യൂൾ 3 ഫുള്ള് മെട്രിക്സ് മെത്തേഡാ വരുന്നത്. സോ മൊഡ്യൂൾ 2 ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് മെട്രിക്സ് മെത്തേഡിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. സോ ഇൻട്രൊഡക്ഷൻ ടു മെട്രിക്സ് മെത്തേഡ് ഓഫ് അനാലിസിസ്. സോ വാട്ട് ഈസ് മെട്രിക്സ് മെത്തേഡ് ഓഫ് അനാലിസിസ്? നമ്മൾ പറഞ്ഞു ഇതെല്ലാ അനാലിസിസും എന്താ ഇൻഡിറ്റർമിനൻസി വളരെ ഹൈ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിൽ, വലിയ ഫ്രെയിംസ് അതുപോലെയുള്ള സ്ട്രക്ചേഴ്സിലൊക്കെ സൊല്യൂഷൻ കാണാൻ അല്ലെങ്കിൽ അത് അനലൈസ് ചെയ്യാൻ എളുപ്പത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ മെത്തേഡുകളാണ് നമ്മൾ ആദ്യം പറഞ്ഞ അപ്രോക്സിമേറ്റ് മെത്തേഡ്. ഇതിപ്പോ ഒരു ന്യൂ മെത്തേഡ്, മെട്രിക്സ് മെത്തേഡ് ഓഫ് അനാലിസിസ്. സോ മെട്രിക്സ് എന്ന് പറയുമ്പോൾ യൂഷ്വലി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഈ മാത്സിലൊക്കെ. മെട്രിക്സ് എന്താണ്? 1 0 0 1 ഇങ്ങനെയൊക്കെ ഒരു മെട്രിക്സ്. ഇതെന്താ? ഒരു 2 by 2 മെട്രിക്സ്.
മെട്രിക്സിന്റെ ഓർഡർ ആണ് 2/2 എന്ന് പറയുന്നത്. എത്ര ഇത് റോ, ഇത് കോളം. സോ ഇത് പോലെ അതായത് നമുക്ക് വേണ്ട സാധനങ്ങളെ, അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂസ്, അതിപ്പം ഫോഴ്സ് ആവാം, ഡിസ്പ്ലേസ്മെന്റ് ആവാം, ഇതിനെല്ലാം നമ്മൾ മെട്രിക്സ് ഫോമിൽ എഴുതി അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ്. സോ ദാറ്റ് ഇസ് വാട്ട് മെട്രിക്സ് മെത്തേഡ് ഓഫ് അനാലിസിസ്. സോ ഇതില് മെട്രിക്സ് മെത്തേഡ് ഓഫ് അനാലിസിസിൽ നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് വൺ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് സ്റ്റിഫ്നെസ് മെട്രിക്സ് മെത്തേഡ്. സോ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എന്താണ്, സ്റ്റിഫ്നെസ് മെട്രിക്സ് എന്താണെന്നൊക്കെ പറയുന്നതിന് മുന്നേ ആദ്യം നമ്മൾ പഠിക്കേണ്ട കാര്യം വാട്ട് ഈസ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് വാട്ട് ഈസ് സ്റ്റിഫ്നെസ്. സോ ആദ്യം ഫ്ലെക്സിബിലിറ്റി എന്താണെന്ന് പറയാം. ഫ്ലെക്സിബിലിറ്റി എന്ന് പറയാനായിട്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു സ്ട്രക്ചർ കൺസിഡർ ചെയ്യാണ്. ഇവിടെ ഞാൻ ഒരു 1 kN ലോഡ് അപ്ലൈ ചെയ്യാണ്. സോ ഇവിടെ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു സ്ട്രക്ചറിന് ഇതുപോലെ ഒരു ഡിഫോർമേഷൻ ഉണ്ടാവും. സോ ഈ ഒരു ഡിഫോർമേഷനെ ഞാൻ വിളിക്കുന്ന പേരാണ് ഫ്ലെക്സിബിലിറ്റി. അതായത് ഏത് സ്ട്രക്ചറിൽ ഞാൻ 1 kN ഓർ യൂണിറ്റ് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷനെയാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഫ്ലെക്സിബിലിറ്റി is indicated by deflection caused by unit load. യൂണിറ്റ് ലോഡ് എന്ന് പറയുന്നത് ഇവിടെ 1 kN ലോഡ് അപ്ലൈ ചെയ്തപ്പോൾ ഈ സ്ട്രക്ചറിൽ എത്ര ഡിഫ്ലക്ഷൻ ഉണ്ടായി, ഈ ഡിഫ്ലക്ഷന്റെ വാല്യൂ ആണ് ഞാൻ ഫ്ലെക്സിബിലിറ്റി, അതായത് എഫ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഫ്ലെക്സിബിലിറ്റി ഇസ് ഡിനോട്ടഡ് ബൈ ദ ഡിഫ്ലക്ഷൻ കോസ്ഡ് ഡ്യൂ ടു 1 kN ലോഡ്. സോ ഇവിടെ ഇപ്പൊ 1 kN ലോഡ് ആക്ട് ചെയ്തപ്പോൾ ഉണ്ടായ ഡിഫ്ലക്ഷൻ ആണ് എഫ്. 1 kN ലോഡ് ആക്ട് ചെയ്തപ്പോൾ ഉണ്ടായ ഡിഫ്ലക്ഷനെയാണ് ഞാൻ പറഞ്ഞത് ഫ്ലെക്സിബിലിറ്റി. സോ ഇവിടെ നമുക്ക് തരുന്ന സ്ട്രക്ചറിൽ സപ്പോസ് ഇപ്പൊ പി കിലോന്യൂട്ടൺ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് വെക്കാം. സോ അവിടെ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ എന്തായിരിക്കും, ആർക്കെങ്കിലും പറയാമോ? 1 kN ലോഡ് ആക്ട് ചെയ്തപ്പോൾ ഉണ്ടായ ഡിഫ്ലക്ഷൻ ആണ് ഞാൻ പറഞ്ഞത് ഫ്ലെക്സിബിലിറ്റി എഫ്. സോ പി kN ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷന്റെ വാല്യൂ എന്തായിരിക്കും? പി ഇൻറ്റു എഫ് ആയിരിക്കും. ക്ലിയർ അല്ലേ? സോ ഫോഴ്സ് പി kN ലോഡ് ആക്ട് ചെയ്തപ്പോൾ ഉണ്ടായ ഡിഫ്ലക്ഷന്റെ വാല്യൂ ആണ് പി ഇൻറ്റു എഫ്. 1 kN ആക്ട് ചെയ്തപ്പം ഉണ്ടായ ഡിഫ്ലക്ഷൻ ആണ് നമ്മൾ ഫ്ലെക്സിബിലിറ്റി എഫ് എന്ന് പറയുന്നത്. ഡിഫ്ലക്ഷൻ, ഇത് ലോഡ്. സോ 1 kN ലോഡ് ആക്ട് ചെയ്തപ്പം ഉണ്ടായ ഡിഫ്ലക്ഷൻ ആണ് എഫ്, അതായത് ഫ്ലെക്സിബിലിറ്റി. നമുക്ക് പി kN ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ എത്ര ഡിഫ്ലക്ഷൻ ഉണ്ടാവും? എഫ് ഇൻറ്റു പി. 1 kN എഫ് ആണെങ്കിൽ പി kN എഫ് ഇൻറ്റു പി, ദാറ്റ് ഇസ് പി ഇൻറ്റു എഫ്. സോ എനിക്ക് എഴുതാം ടോട്ടൽ ഡിഫ്ലക്ഷൻ ഇൻ എ സ്ട്രക്ചർ ക്യാൻ ബി റിട്ടൺ ആസ് product of force into flexibility. ഓക്കെ അല്ലേ? ഇതിൽ നിന്ന് എനിക്ക് ഫ്ലെക്സിബിലിറ്റിയുടെ ഇക്വേഷൻ എഴുതാം. ഫ്ലെക്സിബിലിറ്റി ഈക്വൽ ടു ഡെൽറ്റ ബൈ പി. ഇതാണ് ഫ്ലെക്സിബിലിറ്റിയുടെ ഇക്വേഷൻ. ക്ലിയർ ആണോ ഫ്ലെക്സിബിലിറ്റി എന്താന്ന് പറഞ്ഞത്? ഫ്ലെക്സിബിലിറ്റി ഇസ് ദ ഡിഫ്ലക്ഷൻ കോസ്ഡ് ഓർ ഡിഫോർമേഷൻ കോസ്ഡ് ബൈ യൂണിറ്റ് ലോഡ്. സോ യൂണിറ്റ് ലോഡിന് പകരം നമ്മൾക്ക് ഇപ്പം എത്ര kN ലോഡ് ഉണ്ടോ, സപ്പോസ് പി kN ലോഡ് ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് ലോഡ് ഇൻറ്റു ഫ്ലെക്സിബിലിറ്റി. ഇതിൽ നിന്ന് എനിക്ക് ഫ്ലെക്സിബിലിറ്റിയുടെ ഇക്വേഷൻ എഴുതാം ഡെൽറ്റ ബൈ പി. സിമിലർലി സ്റ്റിഫ്നെസ് എന്താന്ന് പറയാം. സെയിം സ്ട്രക്ചറിൽ ഒരു യൂണിറ്റ് ഡിഫോർമേഷൻ ഉണ്ടാവുന്നുണ്ട്. അതായത് ഡെൽറ്റ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഒരു ഡിഫോർമേഷൻ ഉണ്ടാവണമെങ്കിൽ ഞാൻ എത്ര ലോഡ് അപ്ലൈ ചെയ്യണം, അതിനെയാണ് ഞാൻ സ്റ്റിഫ്നെസ് എന്ന് പറയാം. അതായത് സ്റ്റിഫ്നെസ് ഇൻഡിക്കേറ്റ്സ് ദ എമൗണ്ട് ഓഫ് ലോഡ് ഓർ ദ ലോഡ് അപ്ലൈഡ് ടു ഗെറ്റ് യൂണിറ്റ് ഡിഫ്ലക്ഷൻ. ഓക്കെ ആണോ? അതായത് ഫ്ലെക്സിബിലിറ്റി നമ്മൾ പറഞ്ഞത് എന്താണ്, എത്ര ലോഡ്, അതായത് 1 kN ലോഡ്
ലോഡ് കൊടുത്തപ്പോൾ എത്ര ഡിഫ്ലക്ഷൻ ഉണ്ടായി അതിന്റെ വാല്യൂ ആണ് ഫ്ലെക്സിബിലിറ്റി. സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ്. ഒരു യൂണിറ്റ് ഡീഫോർമേഷൻ ഉണ്ടാവാൻ എനിക്ക് എത്ര ലോഡ് കൊടുക്കണം അതാണ് സ്റ്റിഫ്നെസ്. കൺസെപ്റ്റ് ക്ലിയർ ആണോ? മനസ്സിലായോ പറഞ്ഞത്? ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ലോഡ് കൊടുക്കുമ്പോൾ എത്ര ഡിഫ്ലക്ഷൻ ഉണ്ടായി എന്നുള്ളതിന്റെ വാല്യൂ ആണ് ഫ്ലെക്സിബിലിറ്റി. സ്റ്റിഫ്നെസ് കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിറ്റ് ഡീഫോർമേഷൻ കിട്ടാനായിട്ട് എത്ര ലോഡ് കൊടുക്കണം ആ ലോഡിന്റെ വാല്യൂ ആണ് സ്റ്റിഫ്നെസ്. ഫ്ലെക്സിബിലിറ്റി ഡിനോട്ട്സ് ഡിഫ്ലക്ഷൻ, സ്റ്റിഫ്നെസ് ഡിനോട്ട്സ് ലോഡ്. ഓക്കെ, സോ ഇവിടെ കെ എന്ന് പറയുന്നതാണ് എനിക്ക് യൂണിറ്റ് ഡീഫോർമേഷൻ കിട്ടാൻ വേണ്ടി കൊടുക്കേണ്ട ലോഡ് എങ്കിൽ, അതായത് 1 യൂണിറ്റ് ഡീഫോർമേഷൻ ഡെൽറ്റ യൂണിറ്റ് ഡീഫോർമേഷൻ കൊടുക്കാനായിട്ട് ഞാൻ കൊടുത്ത ലോഡാണ് സ്റ്റിഫ്നെസ് കെ. സോ ഞാനിവിടെ പി ലോഡ് അപ്ലൈ ആണെങ്കിൽ എനിക്കിവിടെ 1 യൂണിറ്റ് ഡീഫോർമേഷന് കിട്ടാൻ കൊടുക്കേണ്ട ലോഡാണ് സ്റ്റിഫ്നെസിന്റെ വാല്യൂ, ദാറ്റ് ഈസ് കെ. സോ എനിക്ക് ഡെൽറ്റ ഡീഫോർമേഷൻ വരുന്നെങ്കിൽ, ഡെൽറ്റ ഡീഫോർമേഷൻ വേണമെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്യേണ്ട ലോഡിന്റെ വാല്യൂ എന്താണ്? കെ ഇൻറ്റു ഡെൽറ്റ. അതായത് ലോഡ് ദാറ്റ് ഷുഡ് ബി അപ്ലൈഡ് ടു ഗെറ്റ് ഡീഫോർമേഷൻ ഓഫ് ഡെൽറ്റ. ഒരു യൂണിറ്റ് ഡെൽറ്റ കിട്ടാനായിട്ട് വേണ്ട ലോഡിന്റെ വാല്യൂ ആണ് സ്റ്റിഫ്നെസ് കെ. എനിക്ക് ഡെൽറ്റ ലോഡ് ഡിഫ്ലക്ഷൻ വേണമെങ്കിൽ എത്ര ലോഡ് അപ്ലൈ ചെയ്യണം? കെ ഇൻറ്റു ഡെൽറ്റ. സോ ഇതിൽ നിന്ന് എനിക്ക് സ്റ്റിഫ്നെസിന്റെ വാല്യൂ എഴുതാം, പി ഈക്വൽ ടു കെ ഇൻറ്റു ഡെൽറ്റ. ഇതിൽ നിന്ന് എനിക്ക് സ്റ്റിഫ്നെസിന്റെ വാല്യൂ എഴുതാം, പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ. സ്റ്റിഫ്നെസിന്റെ ഇക്വേഷൻ, ഫ്ലെക്സിബിലിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് കിട്ടി ഡെൽറ്റ ബൈ പി. സ്റ്റിഫ്നെസിന്റെ ഇക്വേഷൻ എനിക്ക് കിട്ടും പി ബൈ ഡെൽറ്റ. നോക്കുകയാണെങ്കിൽ നോക്കൂ, എഫ് ഈക്വൽ ടു ഡെൽറ്റ ബൈ പി, കെ ഈക്വൽ ടു പി ബൈ ഡെൽറ്റ. അതായത് സ്റ്റിഫ്നെസിന്റെ ഇൻവേഴ്സ് ആണ് ഫ്ലെക്സിബിലിറ്റി. ഓക്കെ അല്ലേ? ഫ്ലെക്സിബിലിറ്റിയും സ്റ്റിഫ്നെസ് എന്താന്ന് പറഞ്ഞത് ക്ലിയർ ആയോ നിങ്ങൾക്ക്? കൺഫ്യൂഷൻ ഉണ്ടോ? ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണോ? മിസ്സസ് സ്റ്റിഫ്നെസ് ഒന്നുകൂടി പറയുക. ഓക്കെ, സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് ഇതിപ്പോ ഒരു സ്ട്രക്ചർ ആണെങ്കിൽ ഈ സ്ട്രക്ചറിൽ എനിക്ക് യൂണിറ്റ് ഡീഫോർമേഷൻ, അതായത് ഇത് ഞാനിവിടെ ഡെൽറ്റ എന്ന് പറയുന്നത് ഡിഫോർമേഷന്റെ വാല്യൂ യൂണിറ്റ് ആയിരിക്കണം. അതിപ്പം 1 മീറ്റർ ആവാം, 1 mm ആവാം, 1 സെന്റിമീറ്റർ. അതായത് യൂണിറ്റ് ഡീഫോർമേഷൻ കിട്ടാനായിട്ട് ഞാൻ എത്ര ലോഡ് കൊടുക്കണം? ഈ ഡീഫോർമേഷന്റെ വാല്യൂ യൂണിറ്റ് ഡീഫോർമേഷൻ ആണെങ്കിൽ എത്ര വാല്യൂ കൊടുക്കണം, എത്ര ലോഡ് കൊടുക്കണം? ആ ലോഡിനെയാണ് ഞാൻ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. സ്റ്റിഫ്നെസ് ഇസ് ദ ലോഡ് corresponding to cos യൂണിറ്റ് ഡീഫോർമേഷൻ ഉണ്ടാക്കാൻ വേണ്ട ലോഡിന്റെ വാല്യൂ ആണ് സ്റ്റിഫ്നെസ് കെ എന്ന് പറയുന്നത്. സോ ഇത് ലോഡ്, ഡിഫ്ലക്ഷൻ. സോ കെ എന്ന് പറയുന്ന ലോഡ് കൊടുത്താൽ എനിക്ക് ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ ആണ് 1, അതായത് യൂണിറ്റ് ഡിഫ്ലക്ഷൻ. സോ എനിക്ക് ഡിഫ്ലക്ഷൻ ഡെൽറ്റ ഡിഫ്ലക്ഷൻ വേണമെന്ന് വയ്ക്കാം. ഡെൽറ്റ ഡിഫ്ലക്ഷൻ വേണമെങ്കിൽ എത്ര ലോഡ് കൊടുക്കണം? സപ്പോസ് പി ആണ് ആ ലോഡ് കൊടുക്കേണ്ടതെങ്കിൽ ഡെൽറ്റ ഡിഫ്ലക്ഷൻ ഉണ്ടാവണമെങ്കിൽ, ഒരു യൂണിറ്റ് ഡിഫ്ലക്ഷൻ ഉണ്ടാവണമെങ്കിൽ കൊടുക്കേണ്ട ലോഡ് കെ ആണ്. സോ ഡെൽറ്റ ഡിഫ്ലക്ഷൻ ഉണ്ടാവണമെങ്കിൽ എനിക്ക് കൊടുക്കേണ്ട ലോഡ് എത്രയാ? കെ ഇൻറ്റു ഡെൽറ്റ. അതാണ് ലോഡ്. ഈ ഒരു ഇക്വേഷനിൽ നിന്നാണ് സ്റ്റിഫ്നെസിന്റെ വാല്യൂ കെ ഈക്വൽ ടു പി ബൈ ഡെൽറ്റ എന്ന് വന്നത്. ഓക്കെ ആണോ? ഇനി ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ ബൈ പി ആണ്. സോ ഫ്ലെക്സിബിലിറ്റിയുടെ ഇൻവേഴ്സ്, അതായത് ഫ്ലെക്സിബിലിറ്റി ഈക്വൽ ടു 1 ബൈ കെ ആണ്. ഇതാണ് ഫ്ലെക്സിബിലിറ്റി സ്റ്റിഫ്നെസ്സും തമ്മിലുള്ള റിലേഷൻ. ഒന്ന് ലോഡിനെ കറസ്പോണ്ട് ചെയ്യുന്നു, സ്റ്റിഫ്നെസ് ലോഡിനെ കറസ്പോണ്ട് ചെയ്യുന്നു, ഫ്ലെക്സിബിലിറ്റി ഡിഫ്ലക്ഷൻ ഓർ ഡീഫോർമേഷനെ കറസ്പോണ്ട് ചെയ്യുന്നു. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഓക്കെ മിസ്. ഓക്കെ, എഴുതിയെടുത്തോ ഇത്?
ഇത് എഴുതിയെടുത്തോ? ഓക്കെ, അപ്പം ഫ്ലെക്സിബിലിറ്റിയും സ്റ്റിഫ്നെസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് എന്താണ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ്, എന്താണ് സ്റ്റിഫ്നെസ് മെട്രിക്സ് നോക്കാം. സോ ബേസിക്കലി ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് മെത്തേഡിൽ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് ഡിഫ്ലക്ഷൻ ആണ്. സോ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് മെത്തേഡിൽ അൺനോൺസ് എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ ആയിരിക്കും. Sorry, flexibility matrix method or force method or compatibility method. സ്ട്രക്ചറൽ അനാലിസിസിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അനാലിസിസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഫോഴ്സ് മെത്തേഡ്, മറ്റൊന്ന് ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ്. ഫോഴ്സ് മെത്തേഡിനെ തന്നെയാണ് നമ്മൾ കോമ്പാറ്റിബിലിറ്റി മെത്തേഡ് എന്ന് പറയാ. ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം മെത്തേഡ് എന്ന് പറയാം. രണ്ട് തരത്തിലുണ്ട്. ഇപ്പൊ ഏതൊക്കെ മെത്തേഡ്സ് ഏതിന്റെ അണ്ടറിൽ വരുന്നു എന്നൊക്കെ ഉള്ളത് നിങ്ങൾ എസ്ഐയുടെ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചിട്ടുണ്ട്. സോ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് മെത്തേഡ് എന്ന് പറയുന്നത് ഫോഴ്സ് മെത്തേഡ് അല്ലെങ്കിൽ കോമ്പാറ്റിബിലിറ്റി മെത്തേഡ് ആണ്. സോ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് മെത്തേഡിൽ നമ്മൾ ചെയ്യുമ്പോൾ അനലൈസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ അതിനകത്തുള്ള റിഡൻഡന്റ് ഫോഴ്സസ് അല്ലെങ്കിൽ റിയാക്ഷൻ ഫോഴ്സസ്, റിഡൻഡന്റ് ഫോഴ്സസിനെ അൺനോൺ ഫോഴ്സസ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഒരു സ്ട്രക്ചർ തന്നിട്ടുണ്ടെങ്കിൽ ആ സ്ട്രക്ചറിൽ എത്ര റിയാക്ഷൻസ് ഓർ അൺനോൺ ഫോഴ്സസ് ഉണ്ട്, അതാണ് അതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ദെൻ ഈ ഒരു അൺനോൺ ഫോഴ്സസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ഒരു സ്ട്രക്ചർ ഇൻഡിറ്റർമിനേറ്റ് ആയിരിക്കുമല്ലോ ഓഫ് കോഴ്സ്, എന്നാലല്ലേ അൺനോൺ ഫോഴ്സസ് ഉണ്ടാവുള്ളൂ. സോ ആ റിട്ടേൺ ഫോഴ്സസിനെ നമ്മൾ അനലൈസ് ചെയ്ത് അതിനെ ഡിറ്റർമിനേറ്റ് ആക്കാണ്. സോ ഡിറ്റർമിനേറ്റ് ആക്കാനായിട്ട് ഞാൻ പറഞ്ഞു എത്ര ഇൻഡിറ്റർമിനൻസിയുടെ വാല്യൂ കൂടുതൽ വന്നാൽ ആ ഇൻഡിറ്റർമിനൻസി സോൾവ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം, കോമ്പാറ്റിബിലിറ്റി ഇക്വേഷൻസ് വേണം. സോ ഈ റിഡൻഡന്റ് ഫോഴ്സസിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ഫോഴ്സസിന് ഇക്വൽ ആയിട്ട് കോമ്പാറ്റിബിലിറ്റി ഇക്വേഷൻസ് ഫോം ചെയ്യണം. ഈ അൺനോൺ ഫോഴ്സസിനെ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ കോമ്പാറ്റിബിലിറ്റി ഇക്വേഷൻസ് ഫോം ചെയ്യണം. സോ കോമ്പാറ്റിബിലിറ്റി ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻസ്. കോമ്പാറ്റിബിലിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് കണ്ടീഷൻസ് ആണ്. അതായത് ഇത്ര നമ്പർ ഓഫ് അൺനോൺ ഫോഴ്സസ് ഉണ്ടോ ആ ഫോഴ്സസിന് ഈക്വൽ ആയിട്ട് കോമ്പാറ്റിബിലിറ്റി ഇക്വേഷൻസ്, അതായത് ഡിസ്പ്ലേസ്മെന്റ് കണ്ടീഷൻ വെച്ചിട്ട് കോമ്പാറ്റിബിലിറ്റി ഇക്വേഷൻസ് കൊടുക്കും. ഏതാണ് ഓപ്പോസിറ്റ്, നമുക്ക് അൺനോൺ ആയിട്ടുള്ളതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്, അതായത് ഇവിടെ ഫോഴ്സ് ആണ് അൺനോൺ എങ്കിൽ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കണ്ടീഷൻ വെച്ചിട്ട് ഇക്വേഷൻസ് എഴുതും. ദെൻ ഈ ഇക്വേഷൻസ് എവിടെ വെച്ചിട്ട് ഓരോ ജോയിന്റിലും ഡിസ്പ്ലേസ്മെന്റ് കണ്ടീഷൻ വെച്ചിട്ട് ഇക്വേഷൻസ് എഴുതിയിട്ട് അത് സോൾവ് ചെയ്തിട്ടാണ് എന്ത് അൺനോൺ ഫോഴ്സസ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് കണ്ടീഷൻ, നമ്മൾ അൺനോൺ ഫോഴ്സസിനെ കണ്ടുപിടിക്കാനായിട്ട് ഡിസ്പ്ലേസ്മെന്റ് കണ്ടീഷൻ ഓരോ ജോയിന്റിലെയും ഡിസ്പ്ലേസ്മെന്റ് കണ്ടീഷൻ വെച്ച് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എഴുതും. എന്നിട്ട് ഈ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിനെ സോൾവ് ചെയ്തിട്ടാണ് ഈ അൺനോൺ ഫോഴ്സസിനെ കണ്ടുപിടിക്കുന്നത്. സോ എല്ലാ ജോയിന്റിലും അറ്റ് എനി ജോയിന്റ് വി ഫൈൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ആ ഡിസ്പ്ലേസ്മെന്റിനെ എനിക്ക് ഡെൽറ്റ ഐ ജെ എന്ന് റെപ്രസെന്റ് ചെയ്യാം. അതായത് ഇത് ഐ ജെ എന്ന് പറയുന്നത് ആ ഒരു കോർഡിനേറ്റ് അല്ലെങ്കിൽ ആ ഒരു ജോയിന്റിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട്. ഇപ്പൊ നമ്മൾ മെട്രിക്സ് പറയുമ്പോൾ ഓർഡർ പറയില്ലേ, മെട്രിക്സിന്റെ ഓർഡർ, അപ്പം ആ ഡിഫ്ലക്ഷൻ അറ്റ് അതിന്റെ ഓർഡർ, സോ ദാറ്റ് ഈസ് ഡിഫ്ലക്ഷൻ, ഐ ജെ എന്ന് പറയാം. ഈ ഐ ജെ എന്ന് പറയുന്നത് എന്താ, ഇറ്റ്സ് എ മെഷർ ഓഫ് ഫ്ലെക്സിബിലിറ്റി ഓർ ഡിസ്പ്ലേസ്മെന്റ് കണ്ടീഷൻ അല്ലേ, മെഷർ ഓഫ് ഫ്ലെക്സിബിലിറ്റി ഓഫ് ദാറ്റ് സ്ട്രക്ചർ. സോ ഈ ഡെൽറ്റ ഐ ജെ എന്ന് പറയുന്നതിന് എനിക്ക് എഴുതാം എഫ് ഐ ജെ ഇൻറ്റു പി ജെ. ഇതാ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഡിഫ്ലക്ഷൻ ഈക്വൽ ടു ഫ്ലെക്സിബിലിറ്റി ഇൻറ്റു ഇക്വേഷൻ എഴുതിയില്ലേ, ഡെൽറ്റ ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഫ്ലെക്സിബിലിറ്റി. അത് തന്നെ ഇക്വേഷൻ ഞാൻ മെട്രിക്സ് ഫോമിലേക്ക് എഴുതി. അതായത് ഡെൽറ്റ ഐ ജെ ഈക്വൽ ടു ഫ്ലെക്സിബിലിറ്റി ഐ ജെ ഇൻറ്റു പി ജെ. അതായത് ലോഡ്, നമ്മൾ ജെ എന്ന് പറയുന്ന ലോഡിൽ ലോഡ് കൊടുക്കുമ്പോൾ എന്താണ് ഫ്ലെക്സിബിലിറ്റി വരുന്നത്, ഈ എഫ് ഐ ജെ എന്ന് പറയുന്ന സാധനത്തിനെയാണ് ഫ്ലെക്സിബിലിറ്റി കോഎഫിഷ്യന്റ്. അതായത് ഇതൊരു മെട്രിക്സ് ഫോമിൽ എഴുതുമ്പോൾ എഫ് ഐ ജെ എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി കോഎഫിഷ്യന്റ്. ഇതെന്താന്നൊക്കെ ഉള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഫ്ലെക്സിബിലിറ്റി കോഎഫിഷ്യൻസ് ഓർ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിന്റെ എലമെന്റ്സിനെയാണ് ഞാൻ ഫ്ലെക്സിബിലിറ്റി കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് എലമെന്റ്സ് ഓഫ്
ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ്. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിൽ ചെയ്യുന്ന മെത്തേഡ്. അതായത് ആദ്യം ആ സ്ട്രക്ചറിൽ ഏതാണോ അൺനോൺ ഫോഴ്സസ് ആ ഫോഴ്സസിനെ ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് ആ ഫോഴ്സസിനെ സോൾവ് ചെയ്യാനായിട്ട് ആ ഫോഴ്സ് എത്ര ഫോഴ്സ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് കോമ്പാറ്റബിലിറ്റി ഇക്വേഷൻസ് ഫോം ചെയ്യണം. കോമ്പാറ്റബിലിറ്റി ഇക്വേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കണ്ടീഷൻ. സോ ഒരു ജോയിന്റിലെ ഡിസ്പ്ലേസ്മെന്റിന് അനുസരിച്ചാണ് അവിടുത്തെ കോമ്പാറ്റബിലിറ്റി ഇക്വേഷൻസ് വരിക. സോ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താ? ഫ്ലെക്സിബിലിറ്റി. അതിനെ ഞാൻ ഡിസ്പ്ലേസ്മെന്റിന് ഡെൽറ്റ ഐ ജെ എന്ന് പറയും. ഒരു ജോയിന്റിലെ ഡിസ്പ്ലേസ്മെന്റിന് ഡെൽറ്റ ഐ ജെ. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഫ്ലെക്സിബിലിറ്റി ഇൻറ്റു ലോഡ്. സോ ഈ മെട്രിക്സ് ഫോമിൽ എഴുതുമ്പോൾ എഫ് ഐ ജെ എന്ന് പറയുന്നത് എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് ഫ്ലെക്സിബിലിറ്റി ഓർ ഫ്ലെക്സിബിലിറ്റി കോഎഫിഷ്യൻസ്. അതെന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിലെ ഓരോ എലമെന്റ്സ്. ഇപ്പം ഇതാണ് എന്റെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എങ്കിൽ 2 1 3 2 എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇതെന്താ? F11 ആണ് 2, F12 ആണ് 1. അതായത് ഓരോ ജോയിന്റിലും എന്താണ് ഫ്ലെക്സിബിലിറ്റിയുടെ വാല്യൂ, അതാണ് ഈ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ്. സോ അതിന് ഞാൻ ഇൻ ജനറൽ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളതാണ് FIJ, ആണ് ഫ്ലെക്സിബിലിറ്റി കോഎഫിഷ്യന്റ്. അതായത് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിൽ ഓരോ എലമെന്റ്സും ആണ് ഈ ഫ്ലെക്സിബിലിറ്റി കോഎഫിഷ്യന്റ് FIJ എന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഇത്രയും ക്ലിയർ അല്ലേ? ഇതിന്റെ എക്സ്പ്ലനേഷൻ വരും, മീൻസ് പ്രോബ്ലം വരും. ഇച്ചിരി ലെങ്തി പ്രോബ്ലം ആണ് ഇത്. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറയുന്നതാണ് ഈ ഒരു മൊഡ്യൂളിൽ. നെക്സ്റ്റ് മൊഡ്യൂളിലെ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. സോ ഇത് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ്. സ്റ്റിഫ്നെസ് മെട്രിക്സും കൂടെ പറഞ്ഞിട്ട് ഞാൻ ബ്രേക്ക് തരാം. സോ ഇത് എഴുതിയെടുത്തോ നിങ്ങൾ? ഇത് എഴുതിയെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ നോട്ട് തരാം. എപ്പോഴും ഓർക്കുക, ഫ്ലെക്സിബിലിറ്റിന്റെ ഓപ്പോസിറ്റ്, ഫ്ലെക്സിബിലിറ്റിയുടെ ഇൻവേഴ്സ് ആണ് സ്റ്റിഫ്നെസ്. സോ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഫ്ലെക്സിബിലിറ്റിയുടെ മെട്രിക്സിൽ പറഞ്ഞിട്ടുണ്ടോ, സോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സ്റ്റിഫ്നെസ് മെട്രിക്സിൽ ഉണ്ടാവും. ഈ സ്റ്റിഫ്നെസ് മെട്രിക്സിനെ തന്നെ നമുക്ക് പറയാം എന്താ? നേരത്തെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഓർ ഫോഴ്സ് അല്ലെങ്കിൽ കോമ്പാറ്റബിലിറ്റി മെത്തേഡ് എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ മറ്റേ ഓപ്പോസിറ്റ് ആണ്, അതായത് സ്റ്റിഫ്നെസ് മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ് ആണ്. or equilibrium method. സോ ഇനി ഞാൻ ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ബേസിക് അൺനോൺസ്, നമ്മൾ സ്ട്രക്ചർ വന്നിട്ടുണ്ടെങ്കിൽ ആ സ്ട്രക്ചറിൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് മെത്തേഡിൽ ബേസിക് അൺനോൺസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. ഈ ഡിസ്പ്ലേസ്മെന്റ് അൺനോൺസ് ആയിട്ട് വരുമ്പോൾ അതിനെ സോൾവ് ചെയ്യാൻ എന്താണ്? നമുക്ക് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് യൂസ് ചെയ്യണം. ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് എടുക്കും. അൺനോൺ ഫോഴ്സസ് ഓർ റിഡൻഡന്റ് ഫോഴ്സസിനെ കണ്ടുപിടിക്കാൻ നമ്മൾ കോമ്പാറ്റബിലിറ്റി കണ്ടീഷൻ എടുക്കും. അതാണ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ചെയ്തത്. ഇത് സ്റ്റിഫ്നെസ് മെട്രിക്സ്. സ്റ്റിഫ്നെസ് മെട്രിക്സിൽ അൺനോൺസ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ ഡിസ്പ്ലേസ്മെന്റിനെ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഇക്വിലിബ്രിയം കണ്ടീഷൻസ് വെച്ചിട്ട് സോൾവ് ചെയ്യും. സോ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിസ്പ്ലേസ്മെന്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ലോഡ് കണ്ടീഷൻസ്. സോ എനിക്ക് എഴുതാം P ഈക്വൽ ടു K ഇൻറ്റു ഡെൽറ്റ. അതായത് ഫോഴ്സ് കണ്ടുപിടിക്കുക. ഡെൽറ്റ ഇൻറ്റു K ഈക്വൽ ടു ഫോഴ്സ് കണ്ടുപിടിക്കുക. സോ ഇതില് ഞാൻ മെട്രിക്സ് ഫോമിൽ എഴുതുമ്പോൾ P ഈക്വൽ ടു K ഇൻറ്റു ഡെൽറ്റ എന്ന് എഴുതാം. ഈ K എന്ന് പറയുന്നതാണ് സ്റ്റിഫ്നെസ് മെട്രിക്സ്. നേരത്തെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് പറഞ്ഞ പോലെ തന്നെ KIJ എന്ന് പറയുന്നത് സ്റ്റിഫ്നെസ് കോഎഫിഷ്യൻസ് ആണ്. അതായത് സ്റ്റിഫ്നെസ് മെട്രിക്സിലെ ഓരോ എലമെന്റ്സിനെയാണ് സ്റ്റിഫ്നെസ് കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത്. സോ ഇതാണ് ആ ഒരു ഫോമുല, അതായത് ലോഡ് ഈക്വൽ ടു സ്റ്റിഫ്നെസ് ഇൻറ്റു ഡിഫ്ലക്ഷൻ. സോ ഇതിനെ മെട്രിക്സ് ഫോമിൽ എഴുതിയിട്ടുള്ളതാണ് P ഈക്വൽ ടു K ഇൻറ്റു ഡെൽറ്റ. സിമിലർലി ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിന്റെ കേസിൽ എനിക്ക് ഇതിന് ഞാൻ ഇത് തന്നെയാണ് ഡെൽറ്റ ഈക്വൽ ടു F ഇൻറ്റു P. മെട്രിക്സ് ഒക്കെ എഴുതുമ്പോൾ എല്ലാം ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. സോ ഇവിടെ അൺനോൺ ഡിഫ്ലക്ഷൻ ആണ്. ഡിഫ്ലക്ഷൻ ഈക്വൽ ടു ഫ്ലെക്സിബിലിറ്റി ഇൻറ്റു ലോഡ്. നമ്മുടെ സ്റ്റിഫ്നെസ് മെട്രിക്സ് വരുമ്പോൾ എന്താണ്? സ്റ്റിഫ്നെസ് മെട്രിക്സിൽ നമുക്ക് ലോഡാണ് കണ്ടുപിടിക്കേണ്ടത്, ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഫോഴ്സ് ഈക്വൽ ടു സ്റ്റിഫ്നെസ് ഇൻറ്റു ഡെൽറ്റ. ഇതാണ് ബേസിക് വാട്ട് ഈസ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് മെത്തേഡ് ആൻഡ് വാട്ട് ഈസ് സ്റ്റിഫ്നെസ് മെട്രിക്സ് മെത്തേഡ്.
ഇത്തരം കാര്യങ്ങളൊക്കെ അല്ലേ? ഇനി ഞാൻ ഇതിന്റെ രണ്ട് റിലേഷനും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. അതായത് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സും സ്റ്റിഫ്നെസ് മെട്രിക്സും തമ്മിലുള്ള റിലേഷനും കൂടെ ഒന്ന് പറയാം. റിലേഷൻ ബിറ്റ്വീൻ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ആൻഡ് സ്റ്റിഫ്നെസ് മെട്രിക്സ്. എനിക്ക് എഴുതാം ഡെൽറ്റ എന്നുള്ള ഇക്വേഷൻ. ഡെൽറ്റ കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷൻ എന്താണ്? ഫ്ലെക്സിബിലിറ്റി ഇൻറ്റു ലോഡ്. ഇത് ഇക്വേഷൻ നേരത്തെ പറഞ്ഞ അതേ മെട്രിക്സ്. സോ ഒരു മെട്രിക്സ് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സിന് അതിന്റെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ആൻസർ എന്താ? ഐ മെട്രിക്സ് ആയിരിക്കും. പഠിച്ചിട്ടുള്ളതല്ലേ മെട്രിക്സ് മെത്തേഡിൽ ലീനിയർ അൽജിബ്ര. അതായത് എ ഇൻറ്റു എ ഇൻവേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് ഐ മെട്രിക്സ് ഓർ യൂണിറ്റി മെട്രിക്സ്. സോ ഇവിടെ ഡെൽറ്റ ഈക്വൽ ടു എഫ് ഇൻറ്റു ടി. ഞാൻ ഈ ഇതിനെ ത്രൂ ഔട്ട് എഫ് ഇൻവേഴ്സ് അതായത് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിന്റെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. സോ എഫ് ഇൻവേഴ്സ് ഇൻറ്റു ഡെൽറ്റ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ റിലേഷൻ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. എഫ് ഇൻവേഴ്സ് ഇൻറ്റു എഫ് ഇൻറ്റു പി. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും